ഇതിങ്ങനെ 3-4 പ്രാവശ്യം ബാക്ക് വാഷ് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല ക്ലിയർ വാട്ടറാണ്. 110% സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുള്ളൂ. റിച്ചൂസ് ഫിൽറ്റർ വെച്ചിട്ട് 11 വർഷത്തിന് മേലെ നമുക്കത് ഗ്യാരണ്ടിയോടുകൂടി പറയാം. ഈ വെള്ളമാണ് ഇവിടുന്ന് ഫിൽട്ടർ ചെയ്ത് പ്യൂരിഫൈ ചെയ്യുന്നത്. 17 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കസ്റ്റമർ ഇന്നത്തെ പ്രകാരം നമുക്ക് എത്ര രൂപ തൊട്ടൊക്കെ അവൈലബിൾ ആണ്? നമസ്കാരം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണ്. നമ്മൾ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് വാട്ടർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച്, വെള്ളത്തിൻ്റെ ലഭ്യത, അതിൻ്റെ ഉപയോഗം, അതെങ്ങനെയൊക്കെ സംരക്ഷിക്കണം എന്നും നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ സ്ഥലം തിരുവഞ്ചൂരാണ്, കോട്ടയം. നമ്മുടെ അടുത്ത് തന്നെ വെള്ളം പൊങ്ങിയാലും അതുപോലെ വേനൽ സമയത്തുമൊക്കെ വെള്ളം ഡാമേജ് ആവുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ആറുമാനൂർ. നമ്മുടെ രഞ്ജിത്ത് സാർ, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ 12 വർഷം മുൻപേ വെച്ചിട്ടുള്ള ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ട്. പ്രസ്ഥാനത്തിലോട്ട് എത്തുന്നതിന് മുമ്പേ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആൾക്കാരെ നമുക്കൊന്ന് കണ്ട് അവരുമായിട്ടൊന്ന് കാര്യങ്ങൾ വിലയിരുത്തണമല്ലോ. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രഞ്ജിത്ത് സാറിനെ കാണാം, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയാം. അതിനുശേഷം നമുക്ക് ഈ പ്രസ്ഥാനമായിട്ട് കൂടുതൽ സംസാരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള വിവരങ്ങളും തരുന്നതായിരിക്കും. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടറിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് രഞ്ജിത്ത് സാറിനൊപ്പമാണ്. സാർ നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യം നമ്മുടെ ഇൻട്രഡക്ഷനിൽ പറയുമായിരുന്നു, ഏതൊരു പ്രോഡക്റ്റും കമ്പനിയിലോട്ട് എത്തുന്നതിന് മുൻപേ അത് വെച്ചിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കണമെന്നുള്ളത്. ഇത് എത്ര വർഷമായി ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങി? ഞാനിത് 2009 മേടിച്ചു വെച്ച വാട്ടർ ഫിൽറ്ററാണ്. 12 വർഷം മുമ്പ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സാർ ആയിരിക്കത്തില്ല ഇത് വാങ്ങിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഫാദറായിരുന്നു മേടിച്ച്. ഫാദറിൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ കണ്ടിട്ട് അതിൻ്റെ ഒരു നന്മ മനസ്സിലാക്കി മേടിച്ചു വെച്ചതാണ്. 12 വർഷമായിട്ടുള്ളൊരു ഫിൽറ്റർ. അപ്പോൾ ദുബെ റിച്ചൂസ് എന്നാണ് പ്രസ്ഥാനത്തിൻ്റെ പേര്. റിച്ചൂസ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി, ഞാനിപ്പോൾ അവരിലോട്ട് എത്തുന്നതിന് മുമ്പ് സാറിലോട്ട് വരാനായിട്ടുള്ള ഒരു കാരണം, 12 വർഷമായിട്ട് സാർ ഇത് ഉപയോഗിക്കുന്നു. എനിക്ക് സാറിൻ്റെ ഒരു ജെന്യുവനായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് എനിക്ക് വേണം. ജെന്യുവനായിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഞങ്ങളുടെ ഇവിടെ ആറ്റുതീരാണെങ്കിലും ശരിക്കും നമുക്കൊരു ഫ്രേസ് ഉണ്ടല്ലോ, വാട്ടർ എവരിവെയർ, നോ വാട്ടർ ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞ് അതേ ഒരു അനുഭവം, ആ ഒരു ഇതിൽ കൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. കാരണം 2 കിണറുണ്ട്, 2 കിണറ്റിലെയും വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് ഈ പൂത്തോട്ടയിൽ എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ അവിടുത്തെ വെള്ളം ഇതുപോലെ തന്നെ പ്രശ്നം. അവിടെ ഈ ഫിൽറ്റർ കണ്ടിട്ട് പപ്പ പറഞ്ഞിടാ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, നമുക്ക് കൊണ്ട് വെക്കാം. അപ്പം അന്ന് കാര്യം അന്നത്തെ വിലയൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇത്ര പൈസ മുടക്കേണ്ട കാര്യമുണ്ട്. പക്ഷേ അപ്പോൾ പറഞ്ഞിടാ അത് സക്സസ് ആണ്, എന്നാൽ അവിടെ സക്സസ് ആണ്, പിന്നെ ഇവിടെ ആയിരിക്കും. അപ്പം പിന്നെ ഞങ്ങൾ അങ്ങനെ ഒന്ന് വെച്ച് നോക്കി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്ന് വെച്ചിട്ട് ഇന്നേ വരെ നമുക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. ഞാനത് ആർക്ക് വേണേലും റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ്. എൻ്റെ ഒത്തിരി കസിൻസ് ഇത് എടുത്തിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സിന് ഞാനിത് കൊടുത്തിട്ടുണ്ട്. ധൈര്യമായിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഞാനത് എപ്പോഴും നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനൊരു ഇന്നോവ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ റിച്ചൂസ് വാട്ടർ ഫിൽറ്ററും ഇന്നോവയും ആർക്കും ഞാൻ കണ്ണടച്ച് റെക്കമെൻഡ് ചെയ്യും. ധൈര്യമായിട്ട് നിങ്ങൾ എടുത്തോളൂ എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഏരിയയുടെ ഒരു സവിശേഷതയോടെ പറയാം. ഇത് ആറുമാനൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കോട്ടയത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഒരു സ്ഥലം കൂടിയാണ് ആറുമാനൂർ. തൊട്ട് സൈഡിൽ കൂടി ഒഴുകുന്നത് പുഴയാണെങ്കിൽ പോലും വെള്ളപ്പൊക്കം സമയത്ത് 2018 വെള്ളപ്പൊക്കം നമ്മൾ ശരിക്കും ബാധിച്ചൊരു സംഗതിയാണ്. അതുപോലെ തന്നെയാണ് വേനൽക്കാലത്തും. വേനൽക്കാലത്ത് പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നത്തില്ല, നമ്മുടെ ഈ ഒരു ഓറഞ്ച് കളറിൽ ശരിക്കും ഇപ്പം വേനൽ സമയം ഞാൻ വെള്ളം എടുത്ത് കാണിക്കായിരുന്നു. നമുക്കറിയാം തുരുമ്പാണത് ആക്ച്വലി. അതുപോലെ ആ സമയത്തൊന്നും ഞാൻ വെള്ള ഷർട്ട് ഉപയോഗിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ഇത് മുക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഒരു ക്രീം കളറായി പോകും. ശരിക്കും അതിൻ്റെ അനുഭവമായിരുന്നു. അപ്പം അത് മാറിയിട്ട് ഇപ്പം നമുക്ക് നല്ല കണ്ണുനീർ പോലത്തെ വെള്ളം വരുന്നത്. അതിന് 101% നമ്മൾ ഗ്യാരണ്ടിയാണ്. ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അവർ പറഞ്ഞതിനെക്കുറിച്ച് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ഇതിൻ്റെ ബാക്ക് വാഷ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇവിടുത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഴക്കാലം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ ചെയ്യേണ്ടി വരുന്നുള്ളൂ. ആ സമയത്ത് വേനൽക്കാണെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെയാണ് അഡ്വൈസ് ചെയ്യുന്നത്. അല്ല, അഡ്വൈസ് ചെയ്യുന്നതല്ല, നമ്മുടെ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വാട്ടറിൻ്റെ ഫ്ലോ അറിയുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ഇതുണ്ട്. കാരണം വേനൽക്കാലം ആകുമ്പോൾ ഈ വാട്ടർ ബെഡ് താന്നു പോയിട്ട് ഈ അയൺ കണ്ടന്റ് കൂടുതലായിട്ട് കയറി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ അത്ര ഒരു ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നത്. ഈ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 ആഴ്ചയിൽ ഒരിക്കലും ബാക്ക് വാഷ് ചെയ്താൽ മതി.
അപ്പോൾ ഇത് ഇപ്പം ഇവിടെ ഞാനില്ലെങ്കിൽ പോലും, ഞാൻ യാത്രയിലാണ് എങ്കിൽ പോലും ഇവിടെ മോനോ അമ്മയ്ക്കോ ആർക്കും വേണമെങ്കിലും ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഗതിയാണ്. ഓ, അങ്ങനെ പ്രായഭേദമന്യേ ചെയ്യാൻ സാധിക്കും, ആർക്കും വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ മിക്കവാറും മോനെ അത് ചെയ്യുന്നത് തന്നെ. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിൽറ്ററുകൾ ഇപ്പം എല്ലാം ഓണായിട്ടിരിക്കുന്ന ഏറ്റവും A1 വാൽവ് അത് എല്ലാം നമ്മൾ ഓഫാക്കുക. ഓക്കെ. അതിനുശേഷം ഈ B1 വാൽവ്, ഓരോന്നിനും ഇവിടെ നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, വാൽവുകളുടെ ഇത് കൊടുത്തിട്ടുണ്ട് നമുക്ക്. ഇത് നമ്മളിവിടെ തുറക്കണം അല്ലേ? ഇതിവിടെ തുറക്കണം. B1 വാൽവ് നമ്മൾ രണ്ടും തുറക്കുന്നു. ഇത്രേ ഉള്ളൂ അത്. പിന്നെ അടുത്തത് B2 വാൽവ് തുറക്കുന്നു. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. ശരിക്കും പറഞ്ഞാൽ അധികം ചെളിയില്ല, അല്ലെങ്കിൽ ഇപ്പം നല്ല അതെ 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 വല്ലാതെ ചെളി വരേണ്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസമൊക്കെ നമുക്ക് നല്ലോണം മഴ ലഭിച്ചതാണ്, അതുകൊണ്ട് തന്നെ ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ഇപ്പം ഒരു അതിൻ്റെ അകത്ത് കിടക്കുന്ന വരുന്നുണ്ട്. സാർ പറഞ്ഞല്ലോ 2 ആഴ്ചത്തെ ഒരു, എനിക്ക് തോന്നുന്ന ആ ഒരു സംഗതി ഉണ്ട്. ഇത് ഇത്ര ക്ലിയർ ആയിട്ട് നമുക്ക് ഫിൽറ്റർ അല്ലെങ്കിൽ ആ ഒരു വേസ്റ്റ് എന്ന് പറയുന്ന ചെളിയൊക്കെ ഉൾപ്പെടെ ഇങ്ങ് പോരും അല്ലേ? എല്ലാം ഇങ്ങ് പോരും. നല്ല ഫോഴ്സിൽ തന്നെയാണ് പോരും. നല്ല ഫോഴ്സിൽ തന്നെ പോരും. ഇതിങ്ങനെ 3-4 പ്രാവശ്യം ബാക്ക് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ക്ലിയർ വാട്ടർ ആവും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഇതിൻ്റെ പഴയ പോലെ തന്നെയുള്ള ഇതിലേക്ക് തിരിച്ച് ഓപ്പറേറ്റ് ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ള സംഗതിയാണ്, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതുമാണ്. നമുക്ക് വീട്ടിൽ ആരും എന്നാ പറയുന്നത് മുതിർന്നവരൊന്നും വേണമെന്നില്ല, പിള്ളേർക്കാണെങ്കിലും ചെയ്യാവുന്ന സംഗതിയാണ്. ഇതിൽ എനിക്ക് തോന്നിയത് ഇപ്പോൾ 12 വർഷമായെന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് നമ്മൾ കാണുന്ന മിക്ക വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളും ഒരു കളർ വ്യത്യാസമുണ്ട്. ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കളർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ അത് പല ഗ്രേഡുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഗ്രേഡ് കൂടിയ സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് അതിന് യാതൊരു കുഴപ്പമില്ലാതെ വന്നത്. 304 അത് മിറർ ഫിനിഷ് വരുമ്പോഴത്തേക്ക് ആ ഒരു 12 വർഷം കൊണ്ട് ആ ഫിനിഷ് പോയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉണ്ട്. തീർച്ചയായും ചെറിയ കാര്യമല്ല. പിന്നെ സാർ ഇവിടെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു പ്രധാന സംഗതി. അത് ഈ അടുത്ത കാലത്തെ സത്യം പറഞ്ഞത് വെച്ചാൽ നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു, ഓപ്പൺ ആയിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2 വർഷമാണ് ഞങ്ങൾ ഈ ഒരു ഷെയ്ഡ് വെച്ചത്. അതുവരെ മഴയും വെയിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നാളിങ്ങനെ ഇവിടെ പണിക്കാർ വന്നപ്പോൾ ഇതെല്ലാം വെച്ചേരിപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു ഇതോടെ ആയിക്കോട്ടെന്ന് വെച്ചാൽ വെച്ചതാണ്. അപ്പോൾ എന്തായാലും ഒരു എന്താ പറയുന്നത്, ഒരു ഫീഡ്ബാക്ക് എന്നുള്ള നിലയിൽ ഒരു കസ്റ്റമർ എന്നുള്ള നിലയിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു കാര്യത്തോടെ എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇതിനൊരു മെയിൻ്റനൻസ്, പലരും പറയുന്ന ഒരു സാധനമുണ്ട് മെയിൻ്റനൻസ്. അങ്ങനെ ഒരു മെയിൻ്റനൻസ് എപ്പോഴെങ്കിലും ആവശ്യമായിട്ട് വന്നിട്ടുണ്ടോ, അത് ചെയ്തിട്ടുണ്ടോ? ഇന്നേ വരെ എനിക്കങ്ങനെ മെയിൻ്റനൻസ് ആവശ്യമായിട്ട് വന്നിട്ടില്ല. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ ബ്ലോക്കിൻ്റെ കാര്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊന്നും പിറ്റേ ദിവസം വരെ അല്ലെങ്കിൽ നമ്മളൊക്കെ ഫോണിനകത്തോടെ നമുക്ക് റെക്കമെൻഡ് ചെയ്യും, ഇന്നോലും ചെയ്താൽ മതി. അതിൻ്റെ ആവശ്യമല്ല വേറൊരു എന്തെങ്കിലും സാധനം മേടിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം റീപ്ലേസ് ചെയ്യുകയോ ഇതുവരെ വന്നിട്ടില്ല. ഒരു കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രസ്ഥാനം. തീർച്ചയായിട്ടും 100% മെയിൻ്റനൻസ് ഫ്രീ ആണ്. ഒരു പ്രോഡക്റ്റും നമുക്ക്. ഞാനിത് മേടിച്ച് വെച്ച് കഴിഞ്ഞപ്പം പലരും ചോദിച്ചാൽ ഇതിന് ഫിൽറ്റർ ഇനി ഇടയ്ക്ക് മാറണമായിരിക്കും, അങ്ങനെ മാറണം. പക്ഷെ അങ്ങനെയുള്ള ഒരു സംഗതി പോലും നമുക്ക് ഇന്നേ വരെ ആവശ്യം വന്നിട്ടില്ല. സാറിത് പറയുമ്പോഴത്തേക്ക് ഞാൻ അതിനെ ആ ഒരു മുഖവിലേക്ക് എടുക്കാൻ കാര്യം, ഈ ഒരു അയൺ കണ്ടന്റ് ഉള്ള വെള്ളത്തിൻ്റെ അവസ്ഥ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാവുന്നത് കൂടെ കൊണ്ടാണ്. അപ്പോൾ സാറേ വളരെ സന്തോഷം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനി പ്രസ്ഥാനത്തിലോട്ട് എത്തുന്നതേ ഉള്ളൂ. അതിന് മുൻപ് ഞാനിത് വന്ന് ഇനി അടുത്ത വരുന്ന പ്രസ്ഥാനത്തിലേക്കാണ്. എടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിയുമ്പോൾ അതിൻ്റെ സർവീസ് മാത്രമല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സംഗതിയാണ്. തീർച്ചയായിട്ടും അതൊരു കസ്റ്റമർ തന്നെ പറയുമ്പോൾ നമുക്കൊരു പറഞ്ഞു കൊടുക്കേണ്ട. നമ്മൾ സാറിന് 100% സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതിനേക്കാളും ഞാൻ പറയും 110% സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുള്ളൂ. കാരണം അത് മനസ്സിൽ നിന്നല്ല ഹൃദയത്തിൽ നിന്ന് തന്നെ പറയുന്ന കാര്യമാണ്. അത് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പോൾ എന്തായാലും സാർ വളരെ സന്തോഷം ഇങ്ങനെ ഒരു അവസരം നമുക്കും തന്നതിൽ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് പ്രതാപൻ ചേട്ടനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുമ്മനത്താണ്. നമ്മൾ ആദ്യമേ ഇതൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തപ്പോൾ പറഞ്ഞിരുന്നു വെള്ളത്തിൻ്റെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഏരിയ ഒന്ന് ഞങ്ങൾ ആദ്യം എടുത്തത് നേറിക്കാടായിരുന്നു. നേറിക്കാട് ആറുമാനൂർ, 2 നമ്മുടെ കുമ്മനമാണ്. എനിക്കും അനുഭവമുള്ളൊരു സ്ഥലമായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ എത്ര നാളായി വെച്ചിട്ട്? നമ്മളുടെ ഇവിടെ ഈ റിച്ചൂസ് ഫിൽറ്റർ വെച്ചിട്ട് 11 വർഷത്തിന് മേലായി. 11 വർഷത്തിന് മുകളിലായി എന്ന് പറഞ്ഞാൽ ഈ കുമ്മനം എന്നൊക്കെ പറയുന്ന പ്രദേശം ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് പ്രദേശം. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഒരു വേനൽ അങ്ങനെയൊക്കെ കാലഘട്ടം വരുന്ന സമയത്ത് കിണറ്റിലേക്ക് വെള്ളം കലങ്ങാറുണ്ട്, കുന്തടിയാറുണ്ട്, ചുമന്ന കളറാകും. അപ്പം അങ്ങനെയൊക്കെ വരും. അപ്പം അതിന് നമ്മൾ പല മാർഗ്ഗങ്ങളെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൽ ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമാണ് റിച്ചൂസിങ്. അത് തന്നെയല്ല യൂസർ ഫ്രണ്ട്ലി എന്ന് മാത്രമല്ല നമുക്കൊരു വളരെ ഒരു കംഫർട്ടായിട്ട് അത്
ഫിക്സ് ചെയ്തിരിക്കുന്നുള്ള. പിന്നെ ഒന്ന് ടാങ്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പൂർണ്ണമായും ഫിൽറ്റർ ചെയ്താണ്. ഇപ്പം ഞാൻ പലരോടും അഡ്വൈസ് ചെയ്യുന്ന വീട് പണിയുമ്പോൾ പൈപ്പ് ലൈൻ ഇട്ടാൽ ആദ്യമേ ടാങ്ക് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാപ്പിലും ചെളിവെള്ളം കയറത്തേ ഇല്ല. പിന്നെ ഞാൻ പ്രധാനചന്ദ്രൻ ഒന്നുകൂടെ ഒന്ന് ഫെമിലിയർ ആക്കുകയാണ്. നമ്മുടെ കുമ്മനം ദേശേരൻ ചേട്ടൻ, അദ്ദേഹമായിട്ടൊരു ബന്ധമുണ്ട്. മൊത്തത്തിൽ ഈ ഒരു താടി നരച്ചിരിക്കുന്നതിലുപരി അതുകൂടെ ഒന്ന് പറഞ്ഞേട്ടെ. അല്ല, ഒരു ചേട്ടനാണത്, അമ്മാവൻ്റെ മോനാണ്. ആ രീതിയിലുള്ളൊരു ബന്ധമുണ്ട്. കസ്റ്റമർക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. തീർച്ചയായിട്ടും നമുക്കത് ഗ്യാരണ്ടിയോടുകൂടി പറയാം. മറ്റൊരിടത്ത് പറയുന്ന പോലെയല്ല. മറ്റു പലതും കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ വിഷയങ്ങൾ വരും. പിന്നെ സർവീസിൻ്റെ കാര്യത്തിലും നമുക്ക് വളരെ സാറ്റിസ്ഫൈ. അപ്പോൾ എന്തായാലും ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയൊരു വലിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നെ താങ്ക് യു. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കസ്റ്റമറുടെ റിവ്യൂ ആണ് കണ്ടത്. പക്ഷേ കസ്റ്റമറെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞിരുന്ന അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രസ്ഥാനത്തെയാണ്. ഇത് ഒരു പ്രസ്ഥാനം തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് റിച്ചാർഡ് ജേക്കബ് എന്നാണ്. എനിക്ക് തോന്നുന്നത് വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ അല്ലെ വാട്ടർ പ്യൂരിഫിക്കേഷന് കേരളത്തിൽ ആദ്യമായിട്ട് തരംഗം സൃഷ്ടിച്ചൊരു പ്രസ്ഥാനമാണ്. ആയിരിക്കാം എന്നല്ല, ഞാൻ പല ആൾക്കാരോട് അന്വേഷിച്ച് നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും മികച്ചൊരു പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കണമെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ അതിൻ്റെ അനുസരിച്ചാണ് ഞാൻ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതും നിങ്ങളിലോട്ട് എത്തിപ്പെടുന്നത്. ഓക്കെ, പ്രസ്ഥാനത്തെക്കുറിച്ചൊന്ന് പറഞ്ഞാട്ടെ. പ്രസ്ഥാനത്തിൻ്റെ പേര് ഡൂബെ റിച്ചൂസ് എന്നാണ്. ഇത് 25 വർഷം മേലെയായിട്ട് കേരള മാർക്കറ്റിലുള്ളതാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു മാനുഫാക്ചറിങ് പ്ലസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ടീമാണ്. ശരിക്കും ഡയറക്റ്റ് ഞങ്ങൾ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് മാത്രമേ എത്തിക്കാറുള്ളൂ. ഒരിക്കലും ഒരു ട്രേഡിങ് ആ ഒരു സെക്ടറിലേക്ക് പോകുന്ന ഒരു കമ്പനിയല്ല. അപ്പോൾ എന്താണോ പ്രശ്നം, ആ ഒരു പ്രശ്നത്തിൽ റെക്ടിഫൈ ചെയ്ത് അതിനെ കസ്റ്റം ചെയ്ത് എത്തിക്കുക, അത് ട്രീറ്റാക്കി വർഷങ്ങളോളം ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഗത്തിലേക്ക് ഒരു യൂണിറ്റ് ഡിറൈവ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം മെയിനായിട്ട്. അപ്പോൾ ഇപ്പോഴും ഒരുപാട് റിസർച്ച് വർക്കുകൾ ചെയ്യുന്നുണ്ട്. അത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളാണ് ശരിക്കും ഞങ്ങളുടെ പിൻബലമായിട്ട് ഇതുവരെ ഉള്ളത്. ഇനി അതുപോലെ തന്നെ മുന്നോട്ട് വേണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതിനകത്ത് മുന്നോട്ട് വയ്ക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരാനായിട്ടൊരു പ്രധാന സംഗതി ഇതുകൂടിയാണ്. കാര്യം ഇന്നുള്ള വാട്ടർ ടാങ്കിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 12 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ അവിടെ വെച്ച, അതായത് നമ്മൾ കണ്ട ആറുമാനൂറുള്ള വീട്ടിൽ വെച്ച ആ ഒരു പ്രൊഡക്റ്റിന് മിറർ ഫിനിഷ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇപ്പം മിറർ ഫിനിഷിനെ കുറിച്ചൊക്കെ ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. പക്ഷേ അത്രയും വർഷങ്ങൾക്ക് മുന്നേ. ഇനി ഇതിൻ്റെ ഒരു ബേസിക്സ് എനിക്കൊന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ കാണുന്ന ആൾക്കാർ ബാക്കിയുള്ള വീഡിയോസ് ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകത്തില്ല, വീടുമായിട്ട് റിലേറ്റഡ് ആൾക്കാർ മാത്രമാണ്. നമുക്കിതിൻ്റെ ഒരു ഫീച്ചേഴ്സ് കൂടെ ഒന്ന് പറഞ്ഞുതരാമോ? എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ള ചെറിയ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്താൽ. ഈ വെള്ളത്തിന്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഹോം അപ്ലയൻസസ് ആയിട്ട് കരുതപ്പെടേണ്ട ഒരു യൂണിറ്റ് ആണ്. പക്ഷെ ഇതുവരെ ആ ഒരു കാറ്റഗറിയിലേക്ക് വാട്ടർ ട്രീറ്റ്മെന്റ് എത്തിയിട്ടില്ല. ചെറിയ പ്യൂരിഫയേഴ്സ് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇങ്ങനെ ഒരു വലിയ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അത് ഇനി ആ കാറ്റഗറിയിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ഒരു യൂണിറ്റ് ആണ് ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റ്. അത് ആ ഒരു പ്ലാന്റിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളം അത് ഏറ്റവും പ്യൂരിറ്റിയിലായിട്ട് നിങ്ങൾക്ക് ഡൊമസ്റ്റിക് പർപ്പസിന് ഉപയോഗിക്കാം. അത് ഒരു മെയിൻ്റനൻസ് ഇല്ലാതെ, ഒരു കറണ്ട് ഇല്ലാതെ, ഒരു കെമിക്കൽ ഇല്ലാതെ, അത് എത്ര വർഷം വേണമെങ്കിലും നിങ്ങൾ ഉപയോഗിക്കാം. അത്രയും ഗ്യാരണ്ടി ഞങ്ങൾക്ക് തരും. ഇതിൽ മെയിൻ്റനൻസ് ഒക്കെ അത്രയ്ക്കത്രേ വരുന്നതേ ഉള്ളൂ. അങ്ങനെയാണോ? നിങ്ങൾ കണ്ടത് ആറുമാനൂരല്ലേ? അത് 12 വർഷമുള്ള ആയിട്ടുള്ളൂ. അത് ഇനി 25 വർഷമായിട്ടുള്ള ആൾക്കാർ ഓൾറെഡി ഉണ്ട്. 25 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെയും ഈ പറഞ്ഞ യൂണിറ്റുകൾ പോയിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം. നമ്മളിതിന് ഗ്യാരണ്ടി വാറണ്ടി അങ്ങനെ വല്ലതും നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ടോ? ഇത് ഗ്യാരണ്ടി എന്തായാലും 2 ഇയർ ഗ്യാരണ്ടി ഉണ്ട്, പിന്നെ 5 ഇയർ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമൊന്നുമില്ല. കാരണം ഞങ്ങൾ നിങ്ങളെ എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ വരും. അത് അങ്ങനെ ഒരു കാര്യമാണ്. അത് നോക്കണ്ട. ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. കാര്യം രഞ്ജിത് സാർ പറഞ്ഞപ്പോഴത്തേക്കും സർവീസ് പ്രൊവൈഡിങ്ങിനെ കുറിച്ച് വലിയൊരു വാക്ക് പറഞ്ഞായിരുന്നു. അതിന് ധാരാളമാണ്. കമ്പനിയാണല്ലോ, എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ, അത്രേ ഉള്ളൂ. അതെ. ഇനി ഇതിൻ്റെ മറ്റൊന്ന് നമ്മളിപ്പം പലപ്പോഴും പറയുന്നു, പലപ്പോഴും നമ്മുടെ ആൾക്കാർ പലരും ചോദിച്ചൊരു സംശയമായിട്ട് എന്നോട് ചോദിച്ചൊരു സംശയമാണ്, ഇതിൽ നമുക്ക് ഇതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു, മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഉള്ളിൽ നമുക്ക് ഇപ്പോൾ കെമിക്കലോ അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും നമ്മുടെ ഇതിൽ വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇപ്പം ഞങ്ങളൊരു യൂണിറ്റ് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഞങ്ങൾ പറയുന്ന കുറച്ച് ബാക്ക് വാഷിങ് രീതികളുണ്ട്, അതൊന്ന് ചെയ്തു പോകാന്നുള്ളൂ. അപ്പോൾ കെമിക്കൽ അഡീഷൻ ഒരിക്കലും ഇല്ല, വരുന്നുമില്ല. പിന്നെ വളരെ റെയർ കേസുകളിൽ വരാറുണ്ട്. അത് ഞങ്ങൾ കസ്റ്റമറോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. വിരലുണ്ടാകുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ബാക്കി ആൾക്കാർക്കൊന്നും ഇതുവരെ പ്രശ്നം കണ്ടിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കാലഘട്ടം മാറുന്നതനുസരിച്ച് മണ്ണിൻ്റെ ബെഡ് മാറുന്നു, അതനുസരിച്ച് വെള്ളത്തിൻ്റെ ക്വാളിറ്റി മാറുന്നു.
അപ്പോൾ അതനുസരിച്ച് ചേഞ്ച് വരും. പിന്നെ നാളെ അതെന്താണോ അത് കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഞങ്ങളിപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? എന്തായാലും ബാക്ക് വാഷിൻ്റെ കാര്യം നമുക്ക് രഞ്ജി സാർ പറഞ്ഞിരുന്നു. ചെറിയ കുട്ടിക്ക് വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വളരെ സിമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നതെന്നും പറഞ്ഞു. പിന്നെ ഒന്ന് ഇപ്പം നമ്മുടെ ആൾക്കാർ എല്ലാവരും ചോദിക്കുന്ന ഒരു സാധനമാണ്, നമ്മുടെ വീഡിയോസിലെല്ലാം തന്നെ ഞങ്ങൾ പറയാൻ ശ്രമിക്കാറുണ്ട്. ഇന്നിപ്പോൾ ഡേറ്റ് എനിക്കറിയാം 2021 സെപ്റ്റംബർ 11 നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തേനും പ്രകാരം നമുക്ക് എത്ര രൂപ തൊട്ടൊക്കെ അവൈലബിൾ ആണ് ഏകദേശം? റേറ്റുകൾ ചേഞ്ച് വരും ഇനി, എന്നാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു 28 തുടങ്ങി നമുക്ക് മേളിലേക്കുണ്ട്. ഡൊമസ്റ്റിക് പർപ്പസിന് അവൈലബിൾ ആണ്. വീടുകൾക്കാണെങ്കിൽ 48 വരെ ഉണ്ട്. 28 തുടങ്ങി 48 വരെയുള്ള മോഡൽസ് ഉണ്ട്. നമുക്ക് ആ റേഞ്ചിൽ മതിയാവും. ഇനി നമ്മുടെ സർവീസ് കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുള്ളവരും പുറത്തുള്ളവരും ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിൽ കുറച്ച് ഭാഗങ്ങൾക്കുണ്ട്, കേരളം ഫുള്ളുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. കണ്ണൂർ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പെരിമെന്റ് സെന്റർ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡയറക്റ്റ് പോയി കാണാം, സംസാരിക്കാം, ഡയറക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം കുറേ കാര്യങ്ങൾ. എക്സ്പീരിയൻസ് സെന്റർ നമ്മുടെ എറണാകുളത്തോ കോട്ടയത്തോ ഒക്കെ കൂടെ ഒന്ന് സ്ഥാപിക്കുക. അതെ, ഇനിയിപ്പോൾ പതുക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു അവസരത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരുക്കി തന്നതിന്. കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ഒരു ഡൊമസ്റ്റിക് പർപ്പസ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസ് കൂടെ നമുക്കൊന്ന് കാണേണ്ടിയിരിക്കുന്നു. കുറച്ചൊരു ഹെവി ആയിട്ടുള്ള സാധനമായിരിക്കും, അതുകൂടെ നമുക്ക് കാണാം. താങ്ക് യു, പോയി കണ്ടോളൂ. ഓക്കെ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയുള്ള കാന എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വെള്ളമാണ് ഇവിടുന്ന് ഫിൽട്ടർ ചെയ്ത് പ്യൂരിഫൈ ചെയ്യുന്നത്. ഈ വെള്ളം നേരെ നമ്മുടെ ഇവിടെ ടാങ്കുണ്ട്. ഞാൻ ആ ടാങ്കിനകത്തുനിന്ന് ഒരു ഗ്ലാസ്സിനകത്ത് ഇപ്പം നിങ്ങളിപ്പോൾ കണ്ട ചെളി വെള്ളം ഇതാണ് വെള്ളം വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനായിട്ട് നമ്മുടെ സനീഷേട്ടനുണ്ട്. സനീഷേട്ടൻ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം. ഇപ്പോൾ സനീഷേട്ടാ നമസ്കാരം. ഇതൊരു ഡൊമസ്റ്റിക് പർപ്പസ് അല്ല. ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ പറഞ്ഞ 16 കോടി എന്ന് പറയുമ്പോൾ ഏകദേശം 25,000 ലിറ്ററോളം ഒരു ദിവസം ഇറങ്ങി പോകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടെ ഒന്ന് പറയാമോ, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? ഇത് 16 വർഷമായിട്ട് 17 വർഷമായിട്ട് ഇതിന് കംപ്ലൈൻറ്റുകളില്ല. മെയിൻ ചെയ്തു പോകുന്നു. 3-4 ദിവസം കൂടുമ്പോൾ റീറ്റ് വാഷ് ചെയ്തു പോകുന്നു. വേറെ ഇതിന് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ആയിട്ടൊന്നും ഇല്ല. വെള്ളം പ്യൂർ വെള്ളം തന്നെ നമുക്ക് കിട്ടുന്നു. അതായത് 3-4 ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ അത്രത്തോളം ആൾക്കാർ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്. അത്രത്തോളം വെള്ളം നമ്മൾ 25,000 ലിറ്റർ എന്ന് പറയുമ്പോൾ ചെറിയൊരു സംഗതിയല്ല. അതുകൊണ്ടാണ് ഈ 3-4 ദിവസം കൊണ്ട് നമ്മൾ ബാക്ക് വാഷ് ചെയ്യുന്നത് അല്ലേ? ബാക്ക് വാഷ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒന്നാണ്. ഇനി അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു പ്രേക്ഷകരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം ഒരു സാറ്റിസ്ഫൈഡ് ആണ് ഒരു കസ്റ്റമർ എന്നുള്ളതല്ലേ? നമുക്ക് ഇത് നല്ല അനുഭവമാണ്. ഇത്രയും പിന്നെ വെള്ളം ട്രീറ്റ് ചെയ്ത് ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇത് നല്ല കാര്യമാണ്. ഇവിടുത്തെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബാക്ക് സൈഡിൽ ഫുൾ വയലല്ലേ? മുഴുവൻ വയലാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാം കറക്റ്റായിട്ടുള്ള ഒരു അയൺ കണ്ടന്റ് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ ഇതിൻ്റെ യൂസ് എങ്ങനെയാണ്? ഇവിടെ കൂടുതലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വൈദികരാണ് പഠിക്കുന്നത്. എല്ലാം വെള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഇത് വെള്ളം വാഷ് ചെയ്താൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതായത് നോർമലി സാധാരണ വെള്ളം വെച്ച് വാഷ് ചെയ്യാതെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എനിക്കറിയാം. അത്രത്തോളം എന്താ പറയുക, അയൺ കണ്ടന്റ് വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് മുഷിയാനായിട്ടും പെട്ടെന്ന് ആ കളർ കയറി പിടിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ചേട്ടാ താങ്ക് യു സോ മച്ച്. ഇത് നമ്മൾ ഓരോന്നും പോയി എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നോർമലി ഒരു കസ്റ്റമറിലോട്ട് എത്തുമ്പോഴത്തേക്കും ഒരുപാട് സംശയങ്ങളുണ്ടാവും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലധികം നമ്മളത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ അവർക്ക് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുമ്പോഴത്തേക്കും 2 രീതിയിൽ പരിചയപ്പെടുത്താം. ഒന്ന്, ആ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്താം. 2, ആ പ്രോഡക്റ്റിൻ്റെ പ്രവർത്തന രീതി എന്താണ്, അതിൻ്റെ ക്വാളിറ്റി എന്താണ് അതിൻ്റെ മെച്ചം എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താം. രണ്ടാമത്തെ കാര്യമാണ് നമ്മളിന്ന് അവലംബിച്ചത്. ആ പ്രസ്ഥാനത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കസ്റ്റമറെ കാണുകയും ആദ്യം നമ്മൾ കാണിച്ചത് നമ്മുടെ ആറുമാനൂരുള്ള ഒരു കസ്റ്റമറായിരുന്നു. അദ്ദേഹം ഡൊമസ്റ്റിക് പർപ്പസിനെ കുറിച്ചാണ് ഞാൻ അതിൽ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത്. ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഡൊമസ്റ്റിക് എന്നതിലുപരി ഒരു ഫ്ലാറ്റിലേക്കും അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് എത്ര വലിയ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. ഒന്ന്, ഇലക്ട്രിസിറ്റി വേണ്ടാത്ത ഒരു പ്രോഡക്റ്റാണ്. 2, നമുക്ക് മെയിൻ്റനൻസ് അധികം ആവശ്യമില്ലാത്ത പ്രോഡക്റ്റാണ്. പിന്നെ കെമിക്കൽ ഒട്ടും തന്നെ ഇല്ല എന്നുള്ള വലിയൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതിലും വലിയ ഒരു കാര്യം ഇതിലും വലിയൊരു തെളിവ് ഞാൻ ഇതിനെ തരേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്നു. ഇത്ര വർഷത്തെ പ്രവൃത്തി പാരമ്പര്യം, 17 വർഷമായിട്ട് ഇതിരിക്കുന്നു. നമ്മൾ ആദ്യം കണ്ടത് 12 വർഷമായിട്ടുള്ള ഒരു വീടും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രസ്ഥാനം, ഞാൻ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. മികച്ചൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.